പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃണമൂൽ MLA-മാരുടെ ഒപ്പ് വ്യാജമായി നിർമ്മിച്ച കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. CID രൂപീകരിച്ച 4-അംഗ സംഘമാകും കേസ് അന്വേഷിക്കുക. DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ സംഘത്തെ നയിക്കും. S. നന്ദഗോപനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നന്ദനിയും പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം പ്രത്യേക സംഘം അന്വേഷിക്കുകയാണോ? മറ്റു വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, ശോഭൻ ദേവ് ചതോപാധ്യായ ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് കാണിച്ചുകൊണ്ട് 70 MLA-മാർ ഒപ്പിട്ട കത്ത് നിയമസഭാ സ്പീക്കർക്ക് കൈമാറിയിരുന്നു. എന്നാൽ ഈ കത്ത് കൈമാറിയപ്പോൾ തന്നെ ഈ ഒപ്പിൽ ചില സംശയങ്ങൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉന്നയിച്ചു. ഇതിന് പിന്നാലെയാണ് ഈ ഒപ്പിട്ട MLA-മാർ തങ്ങൾ ഇത്തരത്തിലൊരു കത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയായിരുന്നു. ഇതോടുകൂടിയാണ് ഇതിൽ വ്യാജരേഖ ചമക്കലാണ് എന്നുള്ളത് ഈ നിയമസഭാ സെക്രട്ടേറിയറ്റിന് ബോധ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചു. പിന്നീട് ഇത് സംസ്ഥാന CID-ക്ക് കൈമാറുകയായിരുന്നു. ഇപ്പോൾ CID സംഘം ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. ഒരു SP-യും അതേപോലെ തന്നെ ഒരു DSP-യും 2 ഇൻസ്പെക്ടർമാരും അടങ്ങിയ ഒരു സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഈ സംഘത്തിൽ കൂടുതൽ ഫോറൻസിക് വിദഗ്ധരടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഘം ഇതിനോടകം തന്നെ ഈ തൃണമൂൽ MLA-മാരുടെയൊക്കെ ചില MLA-മാരുടെ മൊഴി എടുത്തിട്ടുണ്ട്. അഭിഷേക് ബാനർജിക്ക് ഇതിനോടകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൂടുതൽ MLA-മാരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഏതായാലും വ്യാജരേഖ ചമച്ചു എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ വ്യക്തത വന്നിരിക്കുകയാണ്. ഈ വ്യാജരേഖ ചമച്ചത് അത് വലിയ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. മാത്രമല്ല നിയമസഭയുടെ അന്തസ്സിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് കാട്ടിയെന്ന് BJP ആരോപിക്കുന്നു. ഏതായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിൽ ഉയരുന്നു. ഓക്കെ നന്ദൻ, പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാജ ഒപ്പ് രൂപപ്പെട്ട കേസാണ് ഇപ്പോൾ CID സംഘം അന്വേഷിക്കുന്നത്. നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.